നമസ്കാരം. പരിക്കേറ്റവരുടെയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെയും ഒക്കെ കണക്ക് കുത്തനെ ഉയരുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കാനോ പ്രതിരോധിക്കാനോ എന്തെങ്കിലും ഒരു വാക്ക് ശബ്ദിക്കാനോ കഴിയാത്ത ഒരവസ്ഥ. ഹൂത്തികളും അതുപോലെ തന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ചേർന്ന് സംയുക്തമായി ഇപ്പോൾ ഹൈഫ തുറമുഖത്തിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വിവിധ തുറമുഖങ്ങൾ അതുപോലെ തന്നെ സൈനിക ബേസുകൾ കൃത്യമായി അവരുടെ ലക്ഷ്യങ്ങൾ ആക്രമണങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് കഴിയും. ആദ്യമൊക്കെ ആഴ്ചയിൽ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്താൻ മാത്രമേ ഹിസ്ബുള്ള പോലും തയ്യാറായിരുന്നു. എന്നാൽ ഇന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ നടക്കുകയാണ്. 24 മണിക്കൂറും ഒരു രാജ്യത്തിനകത്ത് അപായ സൈറൺ മുഴങ്ങും. രാജ്യത്തെ സാധാരണക്കാരനായാലും VVIP ആയാലും സ്വന്തം വീടുകളിൽ അവർക്ക് മനസമാധാനത്തോടു കൂടി അന്തിയുറങ്ങാനോ അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ചിലവഴിക്കാനോ കഴിയാത്തൊരവസ്ഥ. 24 മണിക്കൂറും അപായ സൈറൺ മുഴങ്ങുമ്പോൾ ആ സമയമൊക്കെയും ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത്. ആദ്യമൊക്കെ ആഴ്ചയിൽ ഒരിക്കലായിരുന്നു അത്തരത്തിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ അപായ സൈറൺ മുഴങ്ങാറുണ്ടായിരുന്നു. എന്നാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ആക്രമണങ്ങൾ വിവിധ സംഘങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ 24 മണിക്കൂറും അപായ സൈറൺ മുഴങ്ങുന്ന ഒരു രാജ്യം എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു. മനസമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു വിഭാഗം, ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യം എന്ന ഒരു അവസ്ഥയിലേക്ക്, അഹങ്കാരമാണ് ഇസ്രായേലിനെ അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഇവിടെ ഹൂത്തികളും സംയുക്തമായി ഹൈഫ തുറമുഖത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. തുറമുഖ നഗരം മൊത്തത്തിൽ അത് ഇല്ലാതായി, കത്തിച്ചാമ്പലായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഖലീലിയിലേക്ക് ഇവിടെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു. സൈനിക ബേസാണ് അവർ ലക്ഷ്യമിട്ടത്. ഒരു ഭാഗത്ത് ഹൂത്തികൾ തുറമുഖ നഗരങ്ങളും തുറമുഖങ്ങളും ഒക്കെ ലക്ഷ്യം വെക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള ഇവിടെ സൈനിക ബേസുകളെ തുടർച്ചയായി ആക്രമിക്കുന്നു. സൈനിക ബേസുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആദ്യം റോക്കറ്റ് ആക്രമണം നടത്തി അതിനു ചുറ്റും തീ പടർത്തുന്നു. ആർക്കും അതിനകത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷം മിസൈൽ ആക്രമണം നടത്തി ആളുകളെ ഇല്ലാതാക്കുന്നു. നിരവധി സൈനികർക്ക് പരിക്കേറ്റു എന്ന വാർത്ത. അതായത് ഇപ്പോൾ എത്രമാത്രം പരിക്കേറ്റ സൈനികരുടെ കണക്ക് ഉയർന്നു എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ദിനം പ്രതി പരിക്കേറ്റവരുടെ എണ്ണം കൂടുന്നു, അതുപോലെ തന്നെ മരണസംഖ്യയും ഉയരുന്നുണ്ട്. 10-15 ആളുകൾ മരണപ്പെടുമ്പോൾ ഇസ്രായേൽ ഇവിടെ 1-2 ആളുകളുടെ പേര് മാത്രമാണ് പുറത്തുവിടുന്നത്. തെക്കൻ ഇസ്രായേലിൽ ഇവിടെ ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട ഒരു സൈനികൻ കൂടെ മരണപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചുറ്റുനിന്നും ആക്രമണം, ഏത് നിമിഷവും ആക്രമണം നടക്കും എന്ന ഒരു അവസ്ഥയിലേക്ക് ഭീതിയോടുകൂടി കഴിയുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീതിയോടുകൂടി കഴിയുന്ന ഒരു വിഭാഗം അത് ഇസ്രായേലികളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏത് നിമിഷവും ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ള നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു മുന്നോടിയായാണ് പല സൈനിക ബേസുകളെയും അതുപോലെ തന്നെ ഇവിടെ അവരുടെ വനമേഖലകളെയും ഒക്കെ ലക്ഷ്യം വെച്ച് അതെല്ലാം തീവെച്ച് നശിപ്പിക്കുന്നത്. ഇവിടെ തീവെച്ച് നശിപ്പിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടമാണ്. ഒരുപാട് ഏരിയ മൊത്തത്തിൽ അഗ്നിക്കിരയായിട്ടുണ്ട്. എന്തായാലും തുടർച്ചയായി ഇസ്രായേൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആക്രമണങ്ങളെ നേരിടുകയാണ്. തിരിച്ചടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. തിരിച്ചടിക്കും എന്ന് പറയുന്നതല്ലാതെ തിരിച്ചടിക്കാനുള്ള ഒരു ശേഷി ഇസ്രായേലിന് നഷ്ടപ്പെട്ടു എന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. 8 മാസമായി ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ആരംഭിച്ചിട്ട് 1-2 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും, ഹമാസിന്റെ പൊടി പോലും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് 8 മാസമായി ഇസ്രായേൽ വലിയ ആയുധങ്ങളുമായി, അത്യാധുനിക ആയുധങ്ങളുമായി ചെറിയ സംഘങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ സംഘങ്ങൾ ഇന്നും വളരെ വീറോടുകൂടി തന്നെ ഇവിടെ യുദ്ധമുഖത്ത് നിലനിൽക്കുന്നു. അവർ പൊരുതിക്കൊണ്ടിരിക്കുന്നു. ആ സംഘങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട, ഭീതിയോടുകൂടി കഴിയുന്ന ഒരു വിഭാഗം എന്ന അവസ്ഥയിലേക്ക് അവർ പോയി എന്നല്ലാതെ ഈ യുദ്ധം കൊണ്ട് ഇസ്രായേലിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നേരിടുന്നു, വീണ്ടും വീണ്ടും വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. തുറമുഖ നഗരങ്ങളും കപ്പലുകളും ഒക്കെ ഓരോ ദിവസം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു.
സൈനിക ബേസുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നു. എന്തായാലും ഇസ്രായേൽ സർവനാശത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.